പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. തിരുവചനത്തിൽ നിന്ന് ഒരു വചനഭാഗം ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്താണ് സമാധാനം? പിശാച് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നതാണ് സമാധാനം. ഇത് പറയാൻ കഴിയണമെങ്കിൽ ഒരു ദൈവപൈതലിന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. നാം ക്ഷമിക്കുന്നവരായിരിക്കണം, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. ഇനി തിരുവചനം നോക്കാം. സമാധാനം ആർക്കാണ് ഉള്ളത്? സങ്കീർത്തനങ്ങൾ 119-ൻ്റെ 165-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട്, കർത്താവിൻ്റെ തിരുവചനത്തോട് പ്രിയമുള്ളവർക്ക് അവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്ക് അവർക്ക് സമാധാനമുണ്ട്. അവർക്ക് വീഴ്ച, ഭാരങ്ങൾ, പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും സ്വർഗത്തിലെ ദൈവം അവർക്ക് നിത്യമായ സമാധാനം കൊടുക്കും. ഇനി ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളും ഈ ലോകത്തിൻ്റെ മക്കളുമുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? ദൈവാത്മാവ് നടത്തുന്നത്, ദൈവാത്മാവ് പറയുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഈ ലോകപ്രകാരം നടക്കുന്നവർ അവർ ഈ ലോകത്തിൻ്റെ മക്കളാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ചിട്ട് നീതി എന്ന പ്രതിഫലം ദൈവം തരും. ഇനി സമാധാനമില്ലാത്തവരെ പറ്റി തിരുവചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു തിരുവചനം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യം. സമാധാനമില്ലാത്തവർ എപ്രകാരമുള്ളവരാണെന്ന് അവിടെ പറയുന്നു. സമാധാനമില്ലാത്തവർ അവർ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. കടൽ എപ്രകാരമാണെന്ന് നമുക്കറിയാം. ഒരിക്കലും കടൽ ശാന്തമാകുകയില്ല. അതെപ്പോഴും കലങ്ങി മറിഞ്ഞ് എപ്പോഴും തിരകൾ അടിക്കുന്നതാണ്. അത് ഒരിക്കലും ശാന്തതയുണ്ടാകില്ല. അതുപോലെയാണ് സമാധാനമില്ലാത്ത ഒരു വ്യക്തിക്കുണ്ടാകുന്നത്. അതിൻ്റെ 21-ാം വചനം പറയുന്നത് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ദൈവാത്മാവ് പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്കാണ് സമാധാനമുള്ളത്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഈ ലോകത്തിൽ ആശ്രയിച്ച് പോകുന്നവർക്ക് സമാധാനമില്ല. അവർക്ക് സമാധാനം വരികയില്ല. നാം ഈ ലോകത്തിൽ കാണുന്നു സമാധാനമില്ലാത്തവരൊക്കെ അവരെ എന്തെല്ലാമാണ് അവരുടെ ജീവനെ നശിപ്പിക്കുന്നതെന്ന് നാം ഈ ലോകത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെയല്ല. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പാതയിൽ മാത്രം നടക്കുന്നവരായിരിക്കും. നാം ഓരോരുത്തരും ദൈവാത്മാവ് പറയുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ മാത്രം നടന്ന് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവർ ആയി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.